നമസ്കാരം. കുറച്ച് ദിവസം മുമ്പ് ഫേസ്ബുക്കിലൊരു കക്ഷി ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: സമയം രാത്രി 10:30 മണി. ഉറങ്ങാൻ കിടന്ന ഭർത്താവിനെ വീക്ഷിച്ച് പതിഞ്ഞ സ്വരത്തിൽ ഭാര്യ പറഞ്ഞു, പിള്ളേരൊക്കെ ഉറങ്ങി. അതിന് ഞാൻ എന്ത് വേണമെന്ന് ഭർത്താവ് തിരിച്ചു ചോദിച്ചു. അതിനല്ല മനുഷ്യ, നമുക്ക് ന്യൂസ് ചാനലുകളൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. കുടുംബസമേതം ഇപ്പോൾ ന്യൂസ് ചാനലുകൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലത്തെ എല്ലാ കുടുംബങ്ങളിലെയും സ്ഥിതി. അതായത് കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് കാണാൻ കൊള്ളാതെയായിരിക്കുന്നു നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവനും. ഏത് ന്യൂസ് ചാനൽ വെച്ച് നോക്കിയാലും ലൈംഗിക പീഡന വാർത്തകൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അല്പം കൂടി ഒന്നും പരത്തി പറഞ്ഞാൽ മദനകാമ പ്രസിദ്ധമായ കേളിക്കൊട്ടുകളുടെ വാചാലമായ ചിത്രങ്ങൾ, ബംഗാളി നടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, തോൽവികൾ ഏറ്റുവാങ്ങിയ സംവിധായകൻ സുന്ദരൻ പയ്യന്റെ പ്രകൃതി വിരുദ്ധത്തിന് ഇരയാക്കിയെന്ന് ഒരു വാർത്ത, ആ സംവിധായകന് ലൈംഗിക ശേഷിയില്ലെന്ന് തനിക്ക് അനുഭവമുണ്ടെന്ന് മറ്റൊരു നടി രംഗത്തിറങ്ങി ന്യൂസ് റൂമിലിരുന്ന് വാചാലയാകുന്ന വേറൊരു കഥ, 85 വയസ്സായ ഒരു സംവിധായകൻ തന്നെ വളയ്ക്കാൻ ട്രൈ ചെയ്തു എന്ന് മറ്റൊരു നടിയുടെയും കഥ, തന്നെ 27 പേരോളം ചേർന്ന് ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് വേറൊരു ചാനലിലൂടെ ഒരു നടിയുടെ തുറന്നു പറച്ചിൽ, നടിയെ കിട്ടാഞ്ഞിട്ട് ആരുമില്ലാത്ത നേരത്ത് നടിയുടെ അമ്മയെ കയറിപ്പിടിച്ച നടനെ ചൂലുകൊണ്ട് അടിച്ചിറക്കിയ ഒരു കഥ. ടെലിവിഷൻ ഓണാക്കിയാൽ നമ്മളെയൊക്കെ മണ്ടന്മാരാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചാനലുകൾ വെച്ചു നോക്കിയാൽ പീഡന വാർത്തകളല്ലാതെ ഇപ്പോൾ വേറെ ഒന്നുമില്ല. ദേശീയ വാർത്തകൾ അറിയാൻ രാജ്യത്തെ ഇംഗ്ലീഷ് ചാനലുകൾ വെച്ചു നോക്കിയാലും അവിടെയും കാര്യങ്ങൾ വളരെ കഷ്ടമാണ്. കേരളം സിനിമാ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വഴികാട്ടിയാവുന്നുവെന്ന് റിപ്പബ്ലിക് TV പറയുന്നു. കേരളത്തെ വിഴുങ്ങി സിനിമാ ലൈംഗിക അപവാദങ്ങൾ എന്ന് ഇന്ത്യ ടുഡേ TV, പാൻഡോറയുടെ ലൈംഗിക പെട്ടകം തുറന്ന് മലയാള സിനിമാ ലോകമെന്ന് NDTV, മലയാള സിനിമ ലൈംഗിക കുറ്റവാളികളുടെ കണ്ണാടി എന്ന് മിറർ TV. ഇനിയിപ്പോ സാമ്പത്തിക കാര്യങ്ങൾ അറിയാൻ എക്കണോമിക്സ് ടൈംസിന്റെ ചാനലിൽ തുറന്നാലോ, ലൈംഗിക അപവാദങ്ങളിൽ ആടി ഉലയുന്ന മലയാള സിനിമയിൽ കുറ്റവാളികളായ നടന്മാരുടെ സിനിമകൾ കാണാൻ ആളേയില്ല എന്നും മലയാള സിനിമ സാമ്പത്തിക തകർച്ചയിലാണെന്നുമാണ് ലൈംഗികതയുടെ ഒരു സാമ്പത്തിക വശം വെളിപ്പെടുത്തുന്നത്. തമിഴോ തെലുങ്കോ കന്നഡയോ ഹിന്ദി ചാനലുകൾ വെച്ച് നോക്കിയാലും ഭാഷ അറിയില്ലെങ്കിലും അവിടെ രഞ്ജിത്ത്, മുകേഷ്, സിദ്ദിഖ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ, കോൺഗ്രസ് വക്കീൽ ചന്ദ്രശേഖരൻ, നിവിൻ പോളി അടക്കമുള്ളവരുടെ ചിത്രങ്ങളും പീഡന വാർത്തകളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം മലയാള സിനിമ ഇത്രത്തോളം അധപതിച്ച് മാലിന്യ കൂമ്പാരം കൊണ്ട് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നോർക്കണം, മഹാനടന്മാരായ സത്യനും പ്രേംനസീറും മധുവുമെല്ലാം പതിറ്റാണ്ടുകൾ അരങ്ങുമാണിരുന്ന മലയാള സിനിമയിൽ അവരെക്കുറിച്ചൊന്നും ഇത്തരം നാറ്റമുണ്ടാക്കുന്ന കഥകളൊന്നും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. 35 വർഷത്തിൽ കൂടുതൽ നമ്മൾ എല്ലാവരെയും പുതിയൊരു സിനിമാ ദൃശ്യ സംസ്കാരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നടനായിരുന്നു പ്രേംനസീർ. 600-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച ആദ്യ ലോക റെക്കോർഡുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരേ നായികയുമൊത്ത് 100-ൽ പരം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ഒപ്പം അഭിനയിച്ചത് 85 നായികമാർ. അവരാരും നസീറിനെതിരെ ഒരു മോശം പരാമർശം പോലും ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രേംനസീർ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്: പോണം മിസ്റ്റർ, സിനിമ ഞങ്ങളുടെ അന്നമാണ്. സിനിമാ രംഗം മാലിന്യവൽക്കരിക്കപ്പെട്ടാൽ ഞങ്ങളുമില്ല, ഞങ്ങളുടെ അന്നം മുട്ടുകയും ചെയ്യും. ഇന്ന് എത്ര നടന്മാർ ഇത്തരത്തിലൊരു വാക്ക് പറയും? മഹാൻ നടന്മാരാണെന്ന് നമ്മൾ ആഘോഷിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയും പോലും മലയാള സിനിമയിലെ ചില നാറുന്ന മാലിന്യങ്ങളെ ഒരു സംരക്ഷണ വലയം തീർത്തുകൊണ്ട് മൂടിവെക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്.